ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മളൊരു ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ചക്ക മുറിച്ചിട്ട് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ. നമ്മൾ ചക്ക മുറിച്ചിട്ട് അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുരു നമുക്ക് മാറ്റി വെക്കണം. കുരു നമുക്ക് വേറൊരു വീഡിയോയിൽ ഞാൻ കുരു ഇട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലൊരു ഈവനിങ് സ്നാക്കും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് തിന്നാൻ പറ്റിയ സ്നാക്കും ആണ് കേട്ടോ ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊരു ഓട്ടയുള്ള പാത്രത്തിൽ, ഞങ്ങളിവിടെ ഇതിന് കൊട്ടാന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്കിതൊരു അങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ചോർന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് അതെന്താ ചെയ്യുക, ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം കുക്കറിലോട്ട് അത് മൊത്തം ഇടുക. ഇതിലേക്ക് നല്ല എത്ര ഉണ്ടായിക്കോട്ടെ, എന്നാലും നമുക്ക് നന്നായിട്ട് ഇതായിട്ടൊന്ന് അമർന്ന് നിൽക്കണം കേട്ടോ, എന്നാലേ റെഡി ആവുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് എല്ലാ ചക്കയും കൂടി ഇട്ടതിന് ശേഷം ഇതിലോട്ട് കല്ലുപ്പ് നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ചാട്ടോ ഇടേണ്ടത്. പിന്നെ നമുക്ക് കല്ലുപ്പ് ഇട്ട അത് നമ്മളൊരു വെള്ളത്ത് മുക്കിയതിന് ശേഷം കൈ വെള്ളത്ത് മുക്കിയതിന് ശേഷം അതിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ ഒന്ന് വേവിക്കാൻ വെക്കണം. നന്നായിട്ട് വെന്ത് വരണം. 2 വിസിലടിച്ചാൽ തന്നെ എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് ബാക്കി പണിയിലോട്ട് പോവാം. നമുക്കിതൊരു ഉരലെടുത്ത്, ഞങ്ങളുടെ നാട്ടിൽ ഉരലെന്നാ പറയുക, ഉരലിലോട്ട് കരുവേപ്പിലിട്ട് നന്നായിട്ട് കുത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ചീനാത്ത് മുളക്, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ടിട്ട് നല്ല കുത്തിയതിൻ്റെ ശേഷം ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേറെ വേണം കേട്ടോ നമുക്ക്. നമ്മൾ 4 വെളുത്തുള്ളി തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് വെക്കാം. ചമ്മന്തിയിൽ ഒട്ടും ഉപ്പിടരുത് കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി കത്തിച്ച് വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്കതിലോട്ട് കടുക് ഇടണം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ബാക്കി പണി നോക്കാൻ പാടിയുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മളെ വറ്റൽ മുളക് 2 മുളക് ഒന്ന് കുഞ്ഞു പീസാക്കിയിട്ടെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. 2 മുളക് നമ്മൾ നേരത്തെ അടിച്ചു നന്നായിട്ടൊന്ന്